മാർക്ക് കാർണിയുടെ നേതൃത്വത്തിൽ ലിബറൽ പാർട്ടി 2025 കാനഡയിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ്. തുടർച്ചയായി 4ാം തവണയാണ് ലിബറൽ പാർട്ടി അധികാരത്തിൽ വരുന്നത്. ഏപ്രിൽ 28-നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. CBC, CTV ന്യൂസ് തുടങ്ങിയ മാധ്യമങ്ങൾ ഈ വിജയം നേരത്തെ പ്രവചിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാനഡയുമായുള്ള വ്യാപാര യുദ്ധവും കാനഡയെ കൂട്ടിച്ചേർക്കാനുള്ള ഭീഷണിയുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. രാത്രി 11 മണിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ടൊറന്റോയിലെ 159 സീറ്റുകളിൽ ലിബറൽ പാർട്ടിയാണ് മുന്നിൽ. കൺസർവേറ്റീവ് പാർട്ടി 142 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ഭൂരിപക്ഷം വോട്ടുകൾ കാർണിക്ക് കിട്ടിയില്ലെങ്കിലും അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടരുമെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. 172 സീറ്റുകളാണ് ഭൂരിപക്ഷം നിലനിർത്താൻ വേണ്ടത്. അതിനാൽ മറ്റു പാർട്ടികളുടെ സഹായത്തോടെ ഭരണം നടത്തേണ്ടി വരും. 2021 കനേഡിയൻ സെൻസസ് അനുസരിച്ച് ഇത്തവണ 343 സീറ്റുകളാണുള്ളത്. ഇതിനു മുമ്പ് 338 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ കുറഞ്ഞത് 172 സീറ്റുകൾ നേടണം. എന്നാൽ ലിബറൽ പാർട്ടിക്ക് അത് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കാർണിക്ക് നിയമങ്ങൾ പാസാക്കാനും സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനും മറ്റു പാർട്ടികളുടെ സഹായം അത്യാവശ്യമാണ്. ലിബറൽ പാർട്ടിയുടെ ഈ വിജയം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർക്ക് വലിയ രാഷ്ട്രീയപരമായ തിരിച്ചടികളുണ്ടായിരുന്നു. 2025 തുടക്കത്തിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ മുന്നേറ്റമുണ്ടായിരുന്നു. ഏകദേശം 20 പോയിന്റ് വരെ അവർ മുന്നിൽ നിന്നിരുന്നു. എന്നാൽ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതും മാർക്ക് കാർണി ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വന്നതും ട്രംപുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിലെ പ്രശ്നങ്ങളുമെല്ലാം രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കുകയായിരുന്നു. മാർക്ക് കാർണിക്ക് 60 വയസ്സുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിനെ തുടർന്ന് 2025 മാർച്ചിലാണ് കാർണി ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത്. കാർണി മുമ്പ് ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ഗവർണറായിരുന്നു. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. കാനഡയിലെ ജനങ്ങൾ സാമ്പത്തികപരമായ സ്ഥിരതയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന സമയത്താണ് കാർണിയുടെ വരവ്. ട്രൂഡോയുടെ രാജി ലിബറൽ പാർട്ടിയുടെ വിജയത്തിന് ഒരു പ്രധാന കാരണമായി എന്ന് തന്നെ പറയാം. ട്രൂഡോയുടെ ഭരണത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലയും വീടുകളുടെ വിലയും വർദ്ധിച്ചു. കൂടാതെ ഇമിഗ്രേഷനെക്കുറിച്ച് ആശങ്കകളും ഉണ്ടായിരുന്നു. 2024 ഡിസംബറിൽ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് പെട്ടെന്ന് രാജിവെച്ചത് സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ട്രൂഡോ രാജിവെക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു. 2025 ജനുവരി 6-ന് 21 ലിബറൽ MPമാർ ട്രൂഡോയെ രാജിവെക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു. അതോടെ ട്രൂഡോ പിന്മാറാൻ തീരുമാനിക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവൃത്തികളും പ്രസ്താവനകളും കാനഡയിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി. ട്രംപ് കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്തി. കാനഡ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാകണമെന്ന് ട്രംപ് പറഞ്ഞത് കാനഡയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇത് കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റി. കാർണി ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് തെളിയിച്ചു. അദ്ദേഹത്തിന് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല പരിചയമുണ്ടെന്നും അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന് മതിയായ അംഗീകാരമുണ്ടെന്നും അദ്ദേഹം സ്ഥാപിച്ചു. ട്രംപിനെതിരെയുള്ള പ്രചാരണമാണ് കാർണി പ്രധാനമായും പ്രയോഗിച്ചത്. തനിക്ക് ലോകമെമ്പാടുമുള്ള സാമ്പത്തികപരമായ പരിചയമുള്ളതുകൊണ്ട് കാനഡയെ വ്യാപാര യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് കാർണി വാദിച്ചു. ട്രംപിന്റെ പ്രസ്താവനകൾ കാനഡയിൽ വലിയ സ്വാധീനമുണ്ടാക്കി. കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായ പിയറി പൊലീവ്രയ്ക്ക് പോലും കാനഡ ഒരിക്കലും അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാകില്ല എന്ന് പറയേണ്ടി വന്നു. കാർണി കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെല്ലാം ഇല്ലാതാക്കി. കാർണി അധികാരത്തിൽ വന്ന ഉടൻ തന്നെ കൺസ്യൂമർ കാർബൺ ടാക്സ് നിർത്തിവെച്ചു. ഒരു ന്യൂനപക്ഷ സർക്കാരിനെ നയിക്കുന്ന കാർണിക്ക് നിയമങ്ങൾ പാസാക്കാൻ മറ്റു പാർട്ടികളുടെ പിന്തുണ ഇനി ആവശ്യമാണ്. NDPയുമായി സഹകരിക്കുന്നത് ഒരു നല്ല തീരുമാനമായിരിക്കും. ട്രൂഡോയുടെ സർക്കാരിനെ 2 വർഷത്തിൽ കൂടുതൽ കാലം നിലനിർത്താൻ NDP സഹായിച്ചിട്ടുണ്ട്. അതിന് പകരമായി സാമൂഹിക പരിപാടികൾക്ക് കൂടുതൽ പണം നൽകാൻ ട്രൂഡോയുടെ സർക്കാർ തയ്യാറാവുകയും ചെയ്തിരുന്നു. എന്നാൽ NDPയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ സഹകരണത്തെ ചിലപ്പോൾ ബാധിച്ചേക്കാം. തെരഞ്ഞെടുപ്പിൽ മോശം പ്രകടനം നടത്തിയതിനെ തുടർന്ന് ജഗ്മീത് സിംഗ് NDP നേതാവ് സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പുതിയ നേതാവിനെ കണ്ടെത്തുന്നവരെ അദ്ദേഹം ആ സ്ഥാനം തുടരും. തൻ്റെ പാർട്ടിയുടെ മോശം പ്രകടനത്തെക്കുറിച്ച് സിംഗ് ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാർണിയുടെ സർക്കാർ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ തലങ്ങളിൽ വലിയ വെല്ലുവിളികൾ നേരിടാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തുക എന്നതാണ്. കാനഡയുടെ ഉൽപ്പന്നങ്ങളിൽ 75% അമേരിക്കയിലേക്കാണ് കയറ്റി അയക്കുന്നത്. ട്രംപിന്റെ വ്യാപാര യുദ്ധം കാനഡയുടെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ഭീഷണിയാണ്. ട്രംപ് ഭരണകൂടവുമായി ഒരു പുതിയ സാമ്പത്തിക ബന്ധം തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് കാർണി പറഞ്ഞിരുന്നു. USMCA കരാറിനെക്കുറിച്ച് ട്രംപുമായി ചർച്ചകൾ നടത്താൻ കാർണി തയ്യാറാണ്. എന്നാൽ ട്രംപ് ഈ കരാറിനെക്കുറിച്ച് പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. കാർണി കാനഡയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ചില പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളെ റെയിൽ ലൈനുകളുമായി ബന്ധിപ്പിക്കുന്ന ഫസ്റ്റ് മൈൽ ഫണ്ട് ഉണ്ടാക്കും. സാമ്പത്തികപരമായ പദ്ധതികൾക്ക് വേഗത്തിൽ അനുമതി നൽകുന്ന വൺ വിൻഡോ അപ്രൂവൽ പ്രോസസ്സ് നടപ്പിലാക്കും. വീടുകളുടെ നിർമ്മാണം ഇരട്ടിയാക്കും. ഇതിനായി പ്രിഫാബ്രിക്കേറ്റഡ് വീടുകൾക്ക് സർക്കാർ ധനസഹായം നൽകും. ഏറ്റവും കുറഞ്ഞ നികുതി നൽകുന്ന ആളുകൾക്ക് 1% നികുതി ഇളവ് നൽകും.
ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കാൻ തയ്യാറാകും. ഒരു ന്യൂനപക്ഷ സർക്കാർ കാനഡയിൽ ഉണ്ടാക്കുന്നത് ചില വെല്ലുവിളികളും അവസരങ്ങളുമാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കാനഡയിലെ ന്യൂനപക്ഷ സർക്കാരുകൾ സാധാരണയായി 4 വർഷം പൂർത്തിയാക്കാറില്ല. ഏകദേശം 2.5 വർഷത്തിനുള്ളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. ഒരു ന്യൂനപക്ഷ പാർലമെന്റിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചാണ്. ഇത് നിയമനിർമ്മാണത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും. കാരണം സർക്കാർ മറ്റു പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പാക്കണം. ന്യൂനപക്ഷ സർക്കാരുകൾ പാസാക്കുന്ന നിയമങ്ങളിൽ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ ഉണ്ടാകും. എന്നാൽ ന്യൂനപക്ഷ സർക്കാരുകൾക്ക് പലപ്പോഴും സ്ഥിരതയുണ്ടാവില്ല. ഏതെങ്കിലും സമയത്ത് ഭൂരിപക്ഷം എംപിമാരുടെയും പിന്തുണ നഷ്ടപ്പെട്ടാൽ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കുകയും അത് തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് പ്രതിപക്ഷ പാർട്ടികൾക്ക് സർക്കാരിൻ്റെ നയങ്ങളെ സ്വാധീനിക്കാൻ അവസരം നൽകും. മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി കാനഡയിലെ 45ാമത് ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ്. തുടർച്ചയായി 4ാം തവണയാണ് അവർ അധികാരത്തിൽ വരുന്നത്. ഒരു ന്യൂനപക്ഷ സർക്കാരിൻ്റെ നേതാവെന്ന നിലയിൽ കാർണിക്ക് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുമായുള്ള ബന്ധം കൈകാര്യം ചെയ്യുകയും ഡൊമസ്റ്റിക് തലത്തിൽ നിയമങ്ങൾ പാസാക്കാൻ സഖ്യകക്ഷികളെ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. കാനഡയിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പരിചയസമ്പന്നനായ ഒരു സാമ്പത്തിക വിദഗ്ധനെയാണ് തെരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന ഈ സമയത്ത് കാർണിയുടെ പരിചയം രാജ്യത്തിന് ഗുണം ചെയ്യും. എന്നാൽ പുതിയ സർക്കാർ ന്യൂനപക്ഷമായതുകൊണ്ട് മറ്റു പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും. കാർണി ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടുമെന്നും കാനഡയുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം.